നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പരാജയത്തെ പേടിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയ ശേഷം ഇനി എന്ത് എന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുന്ന ഒരാളാണോ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ് തന്ത്രജ്ഞരിൽ ഒരാളായ സ്റ്റീവ് ജോബ്സ് 2005 സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ വെച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. ഇതിൻ്റെ മലയാള അർത്ഥം വിശപ്പുള്ളവനായിരിക്കുക, വിഡ്ഢിയായിരിക്കുക എന്നാണ്. ഇത് കേവല ഭാഷയിൽ പറയുന്നത് പോലെ വിശപ്പോടെ ഇരിക്കുക, വിഡ്ഢിയായി തുടരുക എന്നല്ല. ഈ വാക്കിന് പിന്നിൽ ആഴമേറിയ ഒരു ജീവിത ദർശനമുണ്ട്. എന്താണ് സ്റ്റേ ഹംഗ്രി അഥവാ വിശപ്പോടെ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം കഴിക്കാത്തപ്പോൾ നമുക്ക് തോന്നുന്ന വിശപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അറിവിനോടും അനുഭവങ്ങളോടും വിജയത്തോടുമുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പരീക്ഷയിൽ മികച്ച വിജയം നേടിയെന്ന് വിചാരിക്കുക. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നും പഠിക്കാനില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ വളർച്ച അവിടെ അവസാനിക്കുന്നു. എന്നാൽ സ്റ്റേ ഹംഗ്രി എന്ന തത്വം അറിയാവുന്ന ഒരാൾ ചിന്തിക്കുക, ഇതൊരു തുടക്കം മാത്രമാണ്, എനിക്ക് ഇനിയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ്. വിശപ്പുള്ള ഒരാൾ ഭക്ഷണത്തിനായി കൊതിക്കുന്നത് പോലെ മനസ്സിനുള്ളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുതരം വിശപ്പ് സൂക്ഷിക്കുന്നവർ മാത്രമേ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ ഏത് പ്രവൃത്തി മേഖലയിലാണെങ്കിലും അവിടെ തൃപ്തനായി ചടഞ്ഞുകൂടിയിരിക്കാതെ നിങ്ങളുടെ കഴിവിനെ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെയാണ് സ്റ്റേ ഹംഗ്രി എന്ന് പറയുന്നത്. വിഡ്ഢി അല്ലെങ്കിൽ മണ്ടൻ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് നാം എല്ലാവരും. മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമോ എന്ന പേടി കാരണം പല വലിയ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ മടിക്കുന്നു. എന്നാൽ സ്റ്റീവ് ജോബ്സ് പറയുന്നത് ഒരു വിഡ്ഢിയുടെ മനസ്സോടെ പുതിയ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാനാണ്. അറിവ് കൂടുന്തോറും വിനയത്തിന് പകരം അഹങ്കാരമാണ് പലരിലും പ്രത്യക്ഷപ്പെടുക. എനിക്കെല്ലാം അറിയാം എന്ന ഭാവം അറിവുണ്ടെന്ന് ഭാവിക്കുന്നവരിൽ കാണപ്പെടുന്ന ഒന്നാണ്. ഇതിനെ എക്സ്പേർട്ട് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാം. എന്നാൽ സ്റ്റീവ് ജോബ്സ് നിർദ്ദേശിക്കുന്നത് ഒരു ബിഗിനർ മൈൻഡ് സെറ്റ് അഥവാ തുടക്കക്കാരൻ്റെ മനസ്സ് സൂക്ഷിക്കാനാണ്. ഒരു കൊച്ചുകുട്ടിക്ക് ലോകത്തെക്കുറിച്ച് വലിയ ധാരണകളില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങളാണ് അവനെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നത്. ഉദാഹരണത്തിന്, സ്മാർട്ട് ഫോണുകളിൽ ടച്ച് സ്ക്രീൻ കൊണ്ടുവരാൻ ആപ്പിൾ തീരുമാനിച്ചപ്പോൾ പല വിദഗ്ധരും ചിരിച്ചു. കീപാഡുകളില്ലാത്ത ഫോൺ ആരെങ്കിലും മേടിക്കുമോ എന്നവർ ചോദിച്ചു. മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ തളരാതെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ഭയപ്പെടാതെ സ്വന്തം ഉൾവിളിയെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ വിഡ്ഢി. സുഹൃത്തുക്കളെ, മേൽപ്പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാ ദിവസവും പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കുക. പുതിയ അറിവുകൾ നേടാനുള്ള ഒരു വിശപ്പ് എപ്പോഴും നിങ്ങളുടെ ആന്തരിക ബോധത്തിൽ നിലനിർത്തുക. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവർക്ക് വിജയസാധ്യതയും കൂടും. സുരക്ഷിതമായ ഒരു മേഖലയിൽ ഒതുങ്ങിക്കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഒരിക്കലും വളർച്ചയുണ്ടാവുകയില്ല. പുതിയൊരു ഭാഷ പഠിക്കാനോ പുതിയൊരു വിനോദത്തിൽ ഏർപ്പെടാനോ ശ്രമിക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം.
സ്വയം ഒരു വിഡ്ഢിയാണെന്ന് മനസ്സിൽ ചിന്തിച്ചേക്കാം. അത് സാരമില്ല. ആ വിഡ്ഢിതമാണ് നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെ പോലും പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വന്നേക്കാം. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കാൻ മടിക്കരുത്. ലോകം നിങ്ങളെ വിഡ്ഢി എന്ന് വിളിച്ചേക്കാം, പക്ഷേ മാറ്റങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഈ യാത്രയിൽ പലപ്പോഴും നമുക്ക് തളർച്ച തോന്നിയേക്കാം. ചുറ്റുമുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. അപ്പോഴൊക്കെ ഓർക്കുക, വിശപ്പുള്ളവനും വിഡ്ഢിയായിരിക്കാൻ തയ്യാറുള്ളവനും മാത്രമേ ചരിത്രം രചിച്ചിട്ടുള്ളൂ. അറിവ് ഒരു മഹാസമുദ്രമാണ്. നമ്മൾ അതിൽ ഒരു തുള്ളി പോലും രുചിച്ചിട്ടില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം. ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സെപ്പോഴും തയ്യാറായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യസഹജമായ ജിജ്ഞാസ മരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ലോകത്തിൻ്റെ മുൻപിൽ വിഡ്ഢിയായി നിൽക്കേണ്ടി വന്നാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകളും ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.